സോ കേസരി ടെക്സ്റ്റൈൽ കമ്പനിയിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈയിടെ ഇട്ട വീഡിയോൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് രണ്ടാമത്തെ സിൽക്കിൻ്റെ സെക്ഷനിലാണ്. സോ നിങ്ങൾക്ക് കുറച്ച് പ്രീമിയം ലുക്കിലുള്ള കളക്ഷൻ വേണോ? പ്രീമിയം ലുക്ക് എന്ന് പറഞ്ഞാൽ നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള ഐറ്റം, അതിനകത്തും ഉണ്ട് പാർട്ടി വെയർ ഇല്ലെന്നല്ല, പക്ഷേ കുറച്ചുകൂടെ ഇതുപോലെ കുറച്ചുകൂടെ ഡിസൈൻ ആയിട്ടുള്ളതും കുറച്ചുകൂടെ മെറ്റീരിയലിന് ഇച്ചിരിയുടെ സോഫ്റ്റ്നെസ്, കുറച്ചുകൂടെ എന്താ പറയുന്നത്, നല്ലൊരു ഡിസൈന് വർക്ക് അതുപോലുള്ള ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പോരെ. ഇതെന്ന് പറഞ്ഞാൽ സിൽക്കിൻ്റെ രണ്ടാമത്തെ ബനാറസി കളക്ഷനാണ്. ഇവിടെ നമ്മൾ നിൽക്കുന്നത് കണ്ട് നമ്മൾ ടേബിളിൽ കുറച്ച് കളക്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തുള്ള കുറച്ച് ഐറ്റംസ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നുണ്ട്. ഒന്ന് കോട്ടൻ്റെ ഐറ്റമാണ്, പക്ഷേ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഓസം മെറ്റീരിയലാണ്. ഈ മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ നമുക്ക് അവിടെ നാട്ടിൽ കിട്ടാത്ത കളക്ഷൻസാണ്. പക്ഷേ ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഒരു കാര്യം വിചാരിക്കേണ്ടത് എന്താണെന്നറിയോ, ഈ കളക്ഷൻ ഒന്നും ആക്ച്വലി അവിടെ വന്നിട്ടില്ല. ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് ഇതൊക്കെ അവിടെ ട്രെൻഡിങ് ആകത്തുള്ളൂ. എൻ്റെ ഒരുപാട് കസ്റ്റമേഴ്സ് പറയുന്നുണ്ട്, ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തിട്ട് പോയ കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് അവിടെ വരുന്നത് 3-4 മാസം കഴിഞ്ഞിട്ടാണ്. ആക്ച്വലി മാനുഫാക്ചറിങ് കമ്പനിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ മാത്രമല്ല, കേസരി ടെക്സ്റ്റൈൽ കമ്പനി മാത്രമല്ല, സൂറത്തിൽ മാനുഫാക്ചറിങ് കമ്പനി ഉള്ളത് വേറെ ഉണ്ട്. പക്ഷേ ഇവിടുന്ന് ആദ്യം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനം അവിടെ ട്രെൻഡിങ് ആകുന്നത് 2-3 മാസം കഴിഞ്ഞിട്ടാണ്. സോ പർച്ചേസിങ് ഇപ്പം നിങ്ങൾ ചെയ്താലേ നല്ല റേറ്റിന് കിട്ടത്തുള്ളൂ. നല്ല റേറ്റിന് കിട്ടിയാലേ അവിടെ നല്ല റേറ്റിന് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത കളക്ഷൻ കാണാം. ഈ ഒരു ഐറ്റം കണ്ടോ, പ്ലെയിൻ സാരിയാണ് വരുന്നത്. കുബേര സിൽക്കെന്നും കുബേര പട്ടെന്നൊക്കെ നമ്മുടെ തമിഴ്നാട്ടിൽ പറയും. പക്ഷേ ഈ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതങ്ങനെ ഇപ്പോൾ കിട്ടുന്ന ഐറ്റം അല്ല, റെയർ ഐറ്റമാണ്. ഈ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് നമ്മൾ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. ഇതുണ്ടോ ബ്ലൗസ്, ഇതിങ്ങനെയാണ് ലൈനിങ് ഉള്ള ബ്ലൗസാണ് വരുന്നത്. ഇതിൻ്റെ ബാക്ക് കണ്ടോ, ഇതാണ് ബ്ലൗസ് വരുന്നത്. ഇതാണ് നമ്മുടെ പട്ട്, അതായത് മുന്താണി വരുന്ന ഐറ്റം. ഇതുണ്ടോ റിച്ച് പല്ലു എന്നൊക്കെ പറയും, റിച്ച് മുന്താണി എന്നൊക്കെ പറയും. ഇതാണ് ഐറ്റം. ഇതിനകത്ത് ഒരു 4 പീസിൻ്റെ സെറ്റാണ് വരുന്നത്. അടുത്തൊരു കളക്ഷൻ കാണിക്കാം. ഇത് ഓർഗൻസ സിൽക്ക് എന്ന് പറയും. ഓർഗൻസ സിൽക്ക് എന്ന് പറഞ്ഞാൽ പ്യുവർ ഓർഗൻസയാണ് ഫാബ്രിക് വരുന്നത്. മെറ്റീരിയൽ ലുക്ക് എന്ന് പറഞ്ഞാൽ അന്യ ലുക്കാണ് കേട്ടോ. ഇതുണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. എന്നോ രസമാണ് നോക്കി കാണാൻ. ഈ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തൊടുമ്പോൾ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഈ കളക്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇത് മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയലാണ് വരുന്നത്. ഫുൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതിനായിപ്പം പുറവശം എടുത്ത് വെച്ചിരിക്കുന്നത് തോന്നുന്നു കേട്ടോ. ഇതുണ്ടോ ഇങ്ങനെയാണ് ഐറ്റം വരുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ പാർട്ടി വെയറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കിഡു സാധനമാണ്. ഇതൊക്കെ ഇവിടുത്തെ നമ്മുടെ പൂശയാണല്ലോ നാട്ടിൽ, അന്യമായിട്ട് സെയിൽ നടക്കുന്ന സാധനമാണ്. കാരണം പാർട്ടി വെയറായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഐറ്റമാണ്. ബായോ വേറെ കളക്ഷൻ കാണിക്കാം. ഇത് കണ്ട് കോട്ടൻ്റെ വേറൊരു കളക്ഷനാണിത്. നോക്കിയേ എന്നോ രസമാണ് നോക്കി കാണാൻ. നടു മാത്രം ഇതുപോലെ ഇങ്ങനെ പ്ലെയിന്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിൽവറിൻ്റെ കുറേ ഐറ്റത്തിൻ്റെ കളക്ഷൻ എല്ലാം ഡിസൈൻ ആഡ് ചെയ്തിട്ടുണ്ട്. ബോർഡർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചെറുതും അല്ല വലുതും അല്ലാത്ത ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇതിനെ മുന്താണി എന്ന് കണ്ടേ, ഫുള്ള് വർക്കുള്ള മുന്താണ്, സിൽവറിൻ്റെ വർക്കാണ് വരുന്നത്. ഇതുണ്ടോ സൂപ്പർ അല്ലേ? സോ ഇതുപോലുള്ള കളക്ഷന് 2 പീസ് 3 പീസ് 4 പീസ് അല്ല, നിങ്ങൾക്ക് കുറച്ച് കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള കല്യാണപ്പട്ട്, അതായത് നമ്മുടെ നാട്ടിൽ നമുക്ക് കല്യാണത്തിന് ഉപയോഗിക്കുന്ന, വിവാഹത്തിന് അതുപോലുള്ള മംഗളകർമ്മത്തിനൊക്കെ ഉപയോഗിക്കുന്ന നല്ല ചുവന്ന കളറുള്ള ഈ ഐറ്റം ഉണ്ടല്ലോ. ഇത് കണ്ടോ, മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്നാ സോഫ്റ്റാന്ന് നോക്കി. ബട്ട് ഇതെന്ന് പറഞ്ഞാൽ അന്യ ലുക്കാണ്. ഇതുണ്ടോ, ഇത് ബോർഡറാണ് വരുന്നത്, നമ്മുടെ പല്ലുവാണ് വരുന്നത്. വിത്ത് ടസർ വരുന്നത്, ടസൽസ് വരുന്നുണ്ട്. ആൻഡ് ഇത് കണ്ടോ, ഇത് നമ്മുടെ ബ്ലൗസാണ് വരുന്നത്. ഇതിൽ പ്ലെയിൻ ബ്ലൗസാണ് കൊടുത്തേക്കുന്നത്. ഇതുണ്ടോ സൈഡിൽ ഇതുപോലെ നമ്മുടെ കൈക്ക് ഇതുപോലെ ഐറ്റം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫുള്ള് പ്ലെയിൻ ബ്ലൗസ്. ആൻഡ് ഇത് നമ്മുടെ പല്ലു. ആൻഡ് ഇതാണ് ബോഡി വരുന്നത്. ഫുള്ള് ബോഡി ഇങ്ങനെ വരും. ഇതുണ്ടോ സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ സെയിം ഓർഗൻസൈഡ് സിൽക്കാണ്. ഇത് നമ്മുടെ പല്ലു വരുന്നു. ആൻഡ് ഇത് ബോഡി വരുന്നത് ഇതുപോലെ പ്ലെയിൻ ആയിരിക്കും. ചെറിയ ബോർഡറാണ് കൊടുത്തിരിക്കുന്നത്. താഴെ മേളിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ ബ്ലൗസ് പീസ്. ഇതാണ് ബ്ലൗസ് പീസ്. ലൈനിങ് ബ്ലൗസാണ് വരുന്നത്. ഇത് ഫുള്ള് റിച്ച് പല്ലുവാണ് വരുന്നത്. സോ കളക്ഷൻ ഇത്ര മാത്രമല്ല, ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതിപ്പോൾ ടിഷ്യൂ സിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിസൈൻ നമ്മുടെ ഇരിപ്പുണ്ട്. ഇതുണ്ടോ ഒറ്റ ഡിസൈൻ മാത്രം ഞാൻ എടുത്ത് കാണിക്കാൻ പെട്ടെന്ന്. ഇതുണ്ടോ ടിഷ്യൂ സിൽക്കിൻ്റെ ഒരു കളക്ഷനാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് ഇങ്ങോട്ട് തള്ളിപ്പോവും.
ഇത് ഐറ്റം ഒന്ന് കണ്ടു കഴിഞ്ഞല്ലേ, ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള സിൽക്കിലുള്ള ഐറ്റമാണ് ടിഷ്യൂ സിൽക്ക് എന്ന് പറയുന്നത്. ഈ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഹോൾസെയിൽ മേടിക്കുമ്പോഴത്തേന് ഇതിനകത്ത് എത്ര പീസ് ഉണ്ട് നോക്കി, 1 2 3 4 5 6 7 പീസാണ് ഒരു സെറ്റിനകത്ത് വരുന്നത്. ഈ കളക്ഷൻ എല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എവിടെ വരണം? കേസരിയ ടെക്സ്റ്റൈൽ കമ്പനി വരണം. കേസരിയ ടെക്സ്റ്റൈൽ കമ്പനി വന്നാൽ പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾസെയിൽ മാത്രമായിട്ട് ഇതെല്ലാം വാരി തൂത്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാം. സോ പർച്ചേസിങ്ങിന് വരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് പോരെ. ഇല്ല ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ ഇവിടെ വരാൻ ഇത്രയും ദൂരം നമുക്ക് സഞ്ചരിക്കാൻ പറ്റത്തില്ല, യാത്ര ചെയ്യാൻ പറ്റത്തില്ല, വിഷമിക്കണ്ട, ഞങ്ങളിവിടെ ഉണ്ട്. മലയാളികൾക്ക് എപ്പോഴും നല്ലത് ചെയ്യത്തുള്ളൂ. സോ അത് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം. ഡിസ്പ്ലേ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ വിളിക്കുക. ടോട്ടൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ ഇതിലും നല്ല കിടു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം. साड़ी कुर्ती या हो लहंगा, सही दाम का नाम केसरिया।